1964 ജൂൺ 21 മൈക്കൽ ഷോർണർ, ആൻഡ്രൂ ഗുഡ്സ്മാൻ, ജെയിംസ് ചാനി, 20, 21, 24 എന്നിങ്ങനെ പ്രായമുള്ള 3 യുവാക്കൾ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നും പുറപ്പെടുകയാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ യുദ്ധം ചെയ്യാൻ പോയതായിരുന്നുമില്ല. അവർ കുറ്റവാളികളുമല്ലായിരുന്നു. എന്നാൽ അന്നവർ പോയത് ഒരു മഹത്തായ ദൗത്യത്തിനായിരുന്നു. കറുത്ത വർഗ്ഗക്കാരായ മനുഷ്യർക്കും വോട്ടവകാശം ലഭിക്കണമെന്നതായിരുന്നു അവരുടെ ആ മഹത്തായ യാത്രയുടെ ദൗത്യം. പക്ഷേ ആ യാത്രയിൽ അവരെ കാത്തിരുന്നത് എന്തായിരുന്നു? 1964 പകുതിയിൽ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വോട്ടവകാശം ഉറപ്പാക്കാൻ ഫ്രീഡം സമ്മർ എന്ന പേരിൽ വലിയൊരു ക്യാമ്പയിൻ ആരംഭിച്ചു. അമേരിക്കയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വെളുത്ത വർഗ്ഗക്കാരായ വിദ്യാർത്ഥികൾ തെക്കൻ സംസ്ഥാനമായ മിസിസിപ്പിയിലേക്ക് ഒഴുകിയെത്തി. പക്ഷേ മിസിസിപ്പി അവരെ വരവേറ്റത് കനത്ത വംശീയ വിദ്വേഷത്തോടെയായിരുന്നു. കുക്ലസ് ക്ലാൻ അഥവാ KKK എന്ന ക്രൂരമായ വംശീയ സംഘടന അവിടെ അഴിഞ്ഞാടുകയായിരുന്നു. അവർ കറുത്ത വർഗ്ഗക്കാരുടെ പള്ളികൾ കത്തിച്ചു. അവരെ സഹായിക്കാൻ വന്നവരെ മൃഗീയമായി മർദ്ദിച്ചു. ഈ ഭീതിയുടെ നടുവിലേക്കാണ് 24-കാരനായ മൈക്കൽ ഷോർണറും 20-കാരനായ ആൻഡ്രൂ ഗുഡ്സ്മാനും മിസിസിപ്പി സ്വദേശിയായ 21-കാരൻ ജെയിംസ് ഷാനിയും ഇറങ്ങിത്തിരിച്ചത്. 2 ജൂത യുവാക്കളും ഒരു കറുത്ത വർഗ്ഗക്കാരനായ യുവാവും. മാർഗമത്തിയെ സൈറൻ മുഴക്കിക്കൊണ്ട് പോലീസിന്റെ കാർ അവരെ ചേസ് ചെയ്ത് തടഞ്ഞു നിർത്തി. രാത്രിയുടെ ക്രൂരമായ ഇരുട്ടിലേക്ക് പോലീസ് വാഹനത്തിന്റെ ബീക്കൺ ലൈറ്റുകൾ മിന്നി പൊലിഞ്ഞുകൊണ്ടേയിരുന്നു. അവർ കാർ നിർത്തി. കാറിന് അമിത വേഗമാണെന്ന് കാട്ടി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. രാത്രി 10:22 അവരെ ജാമ്യത്തിൽ വിട്ടു. പെട്ടെന്ന് തന്നെ നഗരത്തിൽ നിന്ന് പോകണമെന്നായിരുന്നു അവർക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷേ പോലീസുകാർ അവരെ പിന്തുടർന്നു. ഒപ്പം വർഗീയവാദികളായ വെള്ളക്കാരുടെ KKK സംഘവും അവരെ പിന്തുടർന്നു. അവർ ആ വാഹനം തടഞ്ഞ് ഓരോരുത്തരെ കാറിൽ നിന്നും ഇറക്കി കൊന്നുകളഞ്ഞു. 3 പേരെയും ഒരേ കുഴിയിൽ തന്നെ എറിഞ്ഞു. മുകളിൽ മണ്ണിട്ട് മൂടി പോലീസ് പറഞ്ഞു അവർ മിസിസിപ്പി വിട്ടു എന്ന്. 44 ദിവസം ആ പച്ചക്കള്ളം എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ 44 ദിവസങ്ങൾക്ക് ശേഷം അസത്യത്തിൻ്റെ മോടം പൊട്ടിച്ചുകൊണ്ട് സത്യം പുറത്തു വന്നു. ഓഗസ്റ്റ് 4 FBI നായകൾ ഡാമിനടുത്ത് ആ കുഴിയിലേക്ക് മണത്തുകൊണ്ടടുത്തു. അവിടെ ഒരു കുഴിയിൽ 3 ശരീരങ്ങൾ. ജെയിംസിന്റെ കറുത്ത ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാട് കണ്ടെത്തി. അവനെ അടിച്ചു കൊന്നതാണ്. അവൻ്റെ അമ്മ നിലവിളിയോടെ പറഞ്ഞു, എൻ്റെ മകൻ വെറും കറുത്തവനായതുകൊണ്ട് തന്നെയാണ് മരിച്ചത്. മറ്റ് 2 പേരെ വെടിവെച്ചുമാണ് കൊന്നത്. പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ പറഞ്ഞു, ഇത് അമേരിക്കയ്ക്ക് നാണക്കേടാണ്. കോടതി 1967 7 പേർക്ക് ശിക്ഷ നൽകി. പക്ഷെ കൊലപാതകത്തിനുള്ള ശിക്ഷയായിരുന്നില്ല അത്. മറിച്ച് പൗരാവകാശം ഹനിച്ചുവെന്ന നിസാര കേസാണ് അവർക്കെതിരെ കോടതി ചുമത്തിയത്. കൂടിയ ശിക്ഷ 10 വർഷം. 40 വർഷം കഴിഞ്ഞ് 2005 മാത്രമാണ് പ്രധാന കുറ്റവാളിയായിരുന്ന എഡ്ഗാർ റേഖിലന് ജീവപര്യന്തം ലഭിച്ചത്. അവർ മരിച്ചത് വോട്ടവകാശത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ 2008 ബറാക് ഒബാമ എന്ന ആഫ്രോ അമേരിക്കൻ കറുത്ത വർഗ്ഗക്കാരൻ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു.